കേരളത്തിലെ 26,000 ഏതാണ്ട് 500ഓളം വരുന്ന ആശാവർക്കർമാർ കഴിഞ്ഞ 15 ദിവസമായി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു അതിജീവന പോരാട്ടത്തിലാണ്. ഓണറേറിയം 21,000 രൂപയെ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ അത് കൃത്യമായി നൽകുക, മാനദണ്ഡങ്ങൾ ഒഴിവാക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ചുകൊണ്ട്, പെൻഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രമേ വിരമിക്കൽ പ്രായം നിശ്ചയിക്കാവൂ തുടങ്ങിയ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. ഇത് കേരളത്തിലെ ആശാവർക്കർമാരുടെ ഒരു അതിജീവന പോരാട്ടമാണ്. ഈ സമരം വിജയിച്ചു മാത്രമേ ഞങ്ങൾ മടങ്ങിപ്പോകുള്ളൂ എന്ന് ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ്, അറിയിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് 7,000 രൂപയാണ് ഓണറേറിയം. അതിന് വിവിധ മാനദണ്ഡങ്ങളുണ്ട്. അത് 2-3 മാസം കൂടുമ്പോൾ മാത്രമാണ് ലഭിക്കുന്നത്. അങ്ങനെ നിലവിൽ 232 രൂപ നിരക്കിൽ പ്രതിദിന വേതനം കൈപ്പറ്റിക്കൊണ്ടാണ് ആശാവർക്കർമാർ ഈ കോവിഡ് കാലത്തടക്കം വളരെ സുദീർഘമായ സേവനം നിർവഹിച്ച ആശാവർക്കർമാർ കേരളത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഈ ഒരു തുക കൊണ്ട് ജീവിച്ച് മുന്നേറാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ബജറ്റിൽ അതിൻ്റെ വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിവേദനം നൽകുകയും സെക്രട്ടേറിയറ്റ് മാർച്ചടക്കമുള്ള സമരപരിപാടികൾ എടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ബജറ്റിൽ പാടെ അവഗണിച്ചതിൻ്റെ പ്രതിഷേധമെന്നോണം 10-ാം തീയതി ആരംഭിച്ച സമരം ഇന്ന് 15 ദിവസം പിന്നിടുകയാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ യാതൊരു നിലപാടും ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. കാരണം ഈ തുക കൊണ്ട്, നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന തുക കൊണ്ട് മാന്യമായൊരു വേതനമല്ലാത്തത് കൊണ്ട് തന്നെ ജീവിച്ച് മുന്നേറാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അതിശക്തമായ സമരത്തിലൂടെ പ്രതിദിനം 21,000 രൂപ, ഒരു ദിവസം 700 രൂപ നിരക്കിൽ എല്ലാ ട്രേഡ് യൂണിയനുകളും, കേന്ദ്ര ട്രേഡ് യൂണിയനുകളും അഖിലേന്ത്യാ തലത്തിൽ ആവശ്യപ്പെടുന്നത് പ്രതിദിനം 700 രൂപ ഒരു തൊഴിലാളിക്ക് മിനിമം വേതനമായി നൽകണമെന്നാണ്. ഞങ്ങളത് മാത്രമാണ് ആവശ്യപ്പെട്ടത്. മിനിമം വേതനമാണ് ആവശ്യപ്പെട്ടത്. മിനിമം വേതനം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജീവിച്ചിരിക്കുവാൻ വേണ്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ വേതനം, അത് മാത്രമേ ആവശ്യപ്പെടൂ. അപ്പോൾ അങ്ങനെ ഒരു വേതനം നൽകിക്കൊണ്ട് മാത്രമേ ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ 62 വയസ്സാകുന്ന ആളുകളെ പിരിച്ചുവിടുമ്പോൾ അവർക്കൊരു വിരമിക്കൽ ആനുകൂല്യം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. ജീവിതത്തിൻ്റെ അവസാന സമയത്ത് രോഗം കൊണ്ടും ദുരിതം കൊണ്ടും കഷ്ടപ്പെടുമ്പോൾ ഇത്രയും കാലം, വർഷങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി പണിയെടുത്ത ആളുകൾ, ആരോഗ്യരംഗത്ത് പ്രവർത്തിച്ച ആളുകൾ, വിശ്രമരഹിതമായി പണിയെടുത്ത ആളുകൾ, രാവിലെ മുതൽ രാത്രി വരെ 16-17 മണിക്കൂർ പ്രതിദിനം പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകൾക്ക് ഇത്രയും തുച്ഛമായ കൂലി കൊടുത്തുകൊണ്ട് യാതൊരു ആനുകൂല്യമില്ലാതെ പറഞ്ഞുവിടാൻ അത് നടക്കില്ല. അതുകൊണ്ട് മിനിമം 5 ലക്ഷം രൂപ പശ്ചിമ ബംഗാൾ സർക്കാർ കൊടുക്കുന്നത് പോലെ, മറ്റു ചില സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത് പോലെ തീർച്ചയായിട്ടും നൽകേണ്ടതുണ്ട്. കാരണം ആശാവർക്കർമാർ പണിയെടുക്കുന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടാണ്. സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്ന ആരോഗ്യ പ്രവർത്തനങ്ങളാണ് ആശാവർക്കർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ചെയ്യേണ്ടത്. കേരളത്തിലെ ആശാവർക്കർമാർ ഈ പ്രക്ഷോഭം വിജയിപ്പിച്ച് മാത്രമേ തിരിച്ചു പോവുകയുള്ളൂ. ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവൻ ഇന്ന് ഈ സമരത്തോടൊപ്പം അണിചേർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരാൾ പോലും, കേരളത്തിലെ ഒരു മനുഷ്യൻ പോലും ആശാവർക്കറുടെ സേവനം ലഭിക്കാതെ പോയിട്ടില്ല. പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് എല്ലാവരും അടച്ചുപൂട്ടി വീട്ടിലിരുന്നപ്പോൾ നമ്മളെയൊക്കെ ക്വാറന്റൈൻ ഇരുത്തിയതും, മരുന്ന് നൽകിയതും, ഭക്ഷണം നൽകിയതും, വാക്സിനേഷൻ നൽകിയതും, നമ്മളെ സംരക്ഷിച്ചതും സമാധാനിപ്പിച്ചതുമെല്ലാം ഈ വേതനമില്ലാതെ പണിയെടുക്കുന്ന ആശാവർക്കർമാരാണ്. എത്ര വേതനമില്ലെന്ന് പറഞ്ഞാൽ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളുടെയൊക്കെ വീടുകളിൽ വന്ന് ഈ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ആളുകളെ സംരക്ഷിക്കേണ്ടത് ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് എത്രയും വേഗം ഗവൺമെൻറ് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അതെ, അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പോൾ നമ്മളിവിടെ സമരത്തിന് വന്നതിന് ശേഷം നമ്മുടെ ആരോഗ്യമന്ത്രിയെ കണ്ടപ്പോൾ മന്ത്രി പറഞ്ഞത് ഖജനാവിൽ പണമില്ല, വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്, ധനകാര്യ വകുപ്പുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷേ നമ്മൾ കാണുന്നത്, ഞങ്ങളിവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ PSC അംഗങ്ങൾക്കും ചെയർമാനും പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്കും ഒക്കെ KV തോമസിനും ഒക്കെ വൻ ലക്ഷങ്ങൾ വാരിക്കോരി കൊടുക്കണം. അവരാരും ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല, അവിടെ ഒരു നിവേദനവും വന്നിട്ടല്ല, മറിച്ച് വാരിക്കോരി കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങളോടൊരു വെല്ലുവിളിയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. കാരണം ഖജനാവിൽ പണമുണ്ട്, പക്ഷെ അത് ആശാവർക്കർമാർക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് അവർ പറയുന്നത്. അവർ ആ നടപടിയിലൂടെ നമുക്ക് വ്യക്തമാക്കി തരാം. പക്ഷേ കേരളത്തിലെ ആശാവർക്കർമാർ ഇതൊരു അതിജീവന പോരാട്ടമാണ്. സ്ത്രീകൾ 100% സ്ത്രീകൾ പണിയെടുക്കുന്ന മേഖലയാണ്. ഈ വിജയം വരിച്ചുകൊണ്ട്, ഈ അവകാശങ്ങൾ നേടിക്കൊണ്ട് തിരിച്ചു പോകുക, അതാണ് ഞങ്ങളുടെ പ്രഖ്യാപനം.